ടോംസിയുടെ വീട് ഇഞ്ചിയാനിയാണ്. ടോംസിയും ഫാമിലിയും US-ലാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളും ഞാൻ US ധ്യാനത്തിൽ കാലിഫോർണിയ ചെന്നപ്പോൾ പ്രാർത്ഥിച്ച അനുഭവങ്ങളും വലിയ ഒരു സാക്ഷ്യമാണ്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കേൾക്കാം. എൻ്റെ പേര് ടോംസി. ഞാൻ ബ്രദർ പറഞ്ഞതുപോലെ ഇഞ്ചിയാനിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിന് മേലെയായിട്ട് അമേരിക്കയിൽ കാലിഫോർണിയയിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് 6 മക്കൾ, ഇവിടെയും ഒരു കൊച്ച് സ്വർഗത്തിലുമായിരിക്കുന്നു. ഈ കുഞ്ഞിനെക്കുറിച്ചാണ് പ്രധാനമായുള്ള സാക്ഷ്യം പറയാനുള്ളത്. അതല്ലാതെയും മറ്റ് അനുഗ്രഹങ്ങളുണ്ട്, അതും ഞാൻ അതിന് ശേഷം പറയാം. ഞങ്ങൾക്ക് 2016 ആണ് ഞങ്ങളുടെ 5ാമത്തെ കുഞ്ഞ് ഉണ്ടായത്. ഓഗസ്റ്റ് മാസം. അതൊരു സിസേറിയൻ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2019 ഞങ്ങൾ വീണ്ടും കൺസീവായി. പക്ഷേ ഡോക്ടറെ കാട്ടിയപ്പോൾ അവർ പറഞ്ഞത് എക്ടോപിക് പ്രഗ്നൻസിയാണ്. 2016 സിസേറിയനിൽ ഒരു ഇന്നർ ലെയറിൽ ഒരു ചെറിയ ഗ്യാപ്പ്, ഒരു വിടവ് ഉണ്ടായി. ആ സിസേറിയൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അതുമൂലം ആ സിസേറിയൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ അത് വളരെ ദുഃഖകരമായൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞിനായി വീണ്ടും ആഗ്രഹിക്കുകയും ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. 2022 സമയത്ത് സാഹു ബ്രദർ കാലിഫോർണിയയിൽ വന്ന സമയത്ത് ഞങ്ങളുടെ ഭവനത്തിൽ വരികയും ഞങ്ങൾ കുഞ്ഞുങ്ങളും എല്ലാവരുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ സാഹു ബ്രദർ പെട്ടെന്ന് ഞങ്ങളോട് ചോദിച്ചു, ജോസഫ് ഇതിൽ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, ജോസഫ് എന്നുള്ള ആളില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ജോസഫിനെ ആഗ്രഹിക്കും. അപ്പം ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ജോസഫ് എന്നുള്ള പേര് പറഞ്ഞായിരുന്നു ഞങ്ങൾ ജോസഫിനെ ലഭിക്കണമെന്നുള്ളൊരു പേര് പറഞ്ഞാൽ പ്രാർത്ഥിച്ചത് ജോസഫിനെ. അപ്പം ബ്രദർ പറഞ്ഞു ജോസഫിനെ ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കർത്താവ് ജോസഫിനെ തരുന്നു. അത് ഞങ്ങൾക്ക് വളരെ ഒരേ സമയം അവിശ്വാസവും അല്ലെങ്കിൽ ഒരു അത്ഭുതവുമായുള്ളൊരു പ്രത്യേകത. ഞങ്ങൾ ഇത്രയും കാലം കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടും ആ കൺസീവ് ആകാത്തതിൻ്റെ വിഷമത്തിൽ ദൈവം ഇങ്ങനെ പ്രത്യേകമായിട്ട് ഇടപെടുന്നുള്ള ആ ഒരു ആഗ്രഹം ആ ഒരു മെസ്സേജ് ഞങ്ങളെ വളരെ എക്സൈറ്റഡായിട്ട് സ്വീകരിച്ചു. അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞപ്പോഴും കൺസീവായി ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് വളരെ റിസ്ക്കാണ്, മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ ദൈവഹിതമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സ്വീകരിച്ചു. ഹല്ലേലൂയ. 6 മക്കളുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് മരിച്ചുപോയി. 5 പേരുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ കാലിഫോർണിയയിൽ ധ്യാനത്തിന് ചെല്ലുമ്പോഴാണ് ഇവിടെ വീട്ടിൽ ചെന്നു, പ്രാർത്ഥിച്ചു. അവൾ കർത്താവ് ഒരു മെസ്സേജ് നൽകി, ജോസഫ് ആരാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ജോസഫ് ആരുമില്ല. കർത്താവ് ഒരു മെസ്സേജ് നൽകി, ജോസഫ് എന്ന പേരിൽ കർത്താവ് ഇവർക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുന്നു. ജോസഫിനെ പൊക്കി കാണിച്ച്, ഇതാണ് ആ ജോസഫ്. കർത്താവ് പറഞ്ഞ പോലെ തന്നെ ഒരു കുഞ്ഞിനെ നൽകി ജോസഫ്. അതുമാത്രമല്ല, ഇവൻ്റെ മാമോദീസായിക്ക് തലതൊട്ടപ്പനായിട്ട് ഞാനാണ് തലതൊട്ടതും. ഹല്ലേലൂയ. ഈ ഡോക്ടർമാർ ഇത് വളരെ റിസ്ക്കാണെന്ന് പറയുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ബ്രദർ ഓൾറെഡി ഇത് അനൗൺസ് ചെയ്തതാണല്ലോ, ഇത് പറഞ്ഞതാണല്ലോ. അത് കാരണം ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമായിരുന്നു. ഇത് യാതൊരു അപകടം ഉണ്ടാവുകയില്ല. പിന്നെ ബ്രദറിനോട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥന യാചിക്കുന്നുണ്ടായിരുന്നു. ബ്രദറും പ്രാർത്ഥനയിൽ അഷുറൻസ് തന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു 5 മാസമൊക്കെ ആയപ്പോഴും റൂബിക്ക് കലശലായ ചുമയൊക്കെ ഉണ്ടായി, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. 32 ആഴ്ചയാകുന്നതിന് 2-3 ദിവസമായപ്പോഴും വാട്ടർ ബ്രേക്ക് ചെയ്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയും ഒരു 2 ദിവസത്തിനുള്ളിൽ പിറ്റേ ദിവസം തന്നെ ഡെലിവറി നടക്കുകയും ചെയ്തു. യാതൊരു കുഴപ്പവും പ്രീമച്ചർ ആയതിന് 2 മാസം പ്രീമച്ചർ ആയതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതല്ലാതെ യാതൊരു കുഴപ്പവുമില്ലാതെ കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഈ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെക്കപ്പിന് പോയപ്പം ഡോക്ടർ പറഞ്ഞത് ഇത് വളരെ മിറക്കിളായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ ഞങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയതെങ്കിൽ ഇനിയും കൊച്ചിന് ഇപ്പോൾ ഫുൾ ഓർഗനെല്ലാം ആയിട്ടുണ്ട്. ഇനിയും വളർച്ചയാകുമ്പോഴത്തേനും കുഞ്ഞ് കൂടുതൽ വെയിറ്റ് ആകുകയും അത് പക്ഷേ റൂബിയുടെ ഗർഭപാത്രത്തിന് താങ്ങാനാവാത്തമുള്ളൊരവസ്ഥയിലേക്ക് വരുമ്പോൾ സേഫായിട്ട് ഡെലിവറി ആകുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഭയം. ഇത് നേരത്തെ വന്ന് ഇത്ര സേഫായിട്ടെല്ലാം വന്നിരിക്കുന്നത് വളരെ നല്ല മിറക്കിളാണ്, എല്ലാം ദൈവം ക്രമീകരിച്ചു എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഡോക്ടറും പറഞ്ഞത്. അങ്ങനെ വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നു. കുഞ്ഞ് അടുത്ത മാസം ഓഗസ്റ്റ് 16 ആകുമ്പോൾ 1 വയസ്സാവുകയാണ്. അതിനു മുമ്പ് സാഹു ബ്രദറിൻ്റെ 2 ധ്യാനം എനിക്ക് കൂടാൻ സാധിച്ചിട്ടുണ്ട്.
ഇപ്പം ഒരു തവണത്തെ ധ്യാനത്തിന് എൻ്റെ ഈ ഇടത്തെ കൈക്കുഴ ഞാൻ ഒരു 10-20 വർഷത്തോളം മുമ്പ് കൈക്കുഴ തെന്നിയായിരുന്നു. അത് ഞാനിങ്ങനെ ബസ്സിലൊക്കെ പിടിക്കുമ്പോഴും ബക്കറ്റിൽ വെള്ളമൊക്കെ എടുക്കുമ്പോഴും അങ്ങനെയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് തെന്നുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബ്രദർ ഈ കൈക്കുഴയിൽ തൊട്ട് സ്പർശിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം കൈക്കുഴയ്ക്ക് യാതൊരു കുഴപ്പമില്ല. ഒരു 3-4 വർഷമായി യാതൊരു കുഴപ്പമില്ലാതെ ഈ കൈക്കുഴ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ 2016 മോളുണ്ടായതിനു ശേഷം ഞങ്ങൾ ഒരു ബീച്ചിൽ പോയപ്പോഴത്തേനും കൂട്ടുകാരെല്ലാം എടുത്ത് ബീച്ചിൽ പോയി. കുഞ്ഞുങ്ങളെ ഇവരെ രണ്ടുപേരെ എൻ്റെ തോള 2 കൈയിലുമായിട്ട് പിടിച്ച് കടലിലിറക്കിപ്പനും പെട്ടെന്നൊരു തിര വന്ന് ഞാൻ പെട്ടെന്ന് മറിഞ്ഞു വീണ് എൻ്റെ മുട്ടിൻ്റെ ലെഗമെൻറ്റ് ടീറായി. അപ്പോൾ അവിടെയും ഇവിടെയും ഞങ്ങൾ കാണിച്ചപ്പോഴും അതിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ആ സർജറിക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു സഹബ്രദറിൻ്റെ വേറൊരു റിട്രീറ്റ് അവിടെ വന്നത്. ആ റിട്രീറ്റിന് കാലിൻ്റെ മുട്ടിന് ആർക്കെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അവർ കയറി വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ കയറി വന്നു. ഇതുപോലൊരു പ്ലാറ്റ്ഫോമിലായിരുന്നു. ബ്രദർ കാലൊക്കെ കുടഞ്ഞ് ചാടിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ചാടി. അതിനുശേഷം പൂർണ്ണമായിട്ട് സൗഖ്യമായിട്ടായിരിക്കുന്നു. അങ്ങനെ ടോംസിക്കും റൂബിക്കും കർത്താവ് നൽകിയ മക്കൾ എല്ലാവരും ഇവിടെയുണ്ട്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്, ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. കർത്താവ് ഒത്തിരി സൗഖ്യവും അനുഗ്രഹം, പ്രത്യേകിച്ച് ഈ ജോസഫിനെ കിട്ടിയതൊക്കെ വലിയൊരു ദൈവത്തിൻ്റെ മിറക്കിളാണ്. ദൈവം നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയാം.